നമസ്കാരം. തനു സ്പേസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് LP UP എക്സാം എഴുതുന്നവർക്കും LDC എക്സാം എഴുതുന്നവർക്കും വേണ്ടി ഉള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ സീരീസാണ്. +2 ലെവലിലുള്ള സ്റ്റേജ് 3യുടെ ഒരു പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അതിൻ്റെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ആൻസറാണ് നമ്മൾ നോക്കുന്നത്. എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 88/22 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കാം. നമ്പർ 1, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ആരുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ? ചന്ദ്രശേഖർ ആസാദ്, സുഭാഷ് ചന്ദ്രബോസ്, സുഖദേവ്, മഹാത്മാഗാന്ധി. ആൻസർ മഹാത്മാഗാന്ധി. ഒന്നുകൂടി നോക്കാം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ആരുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ? ആരുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ? ആരുടെ മരണത്തെക്കുറിച്ച്? ആരുടെയാണത്? മഹാത്മാഗാന്ധിയുടെ. ആരുടെയാണത്? മഹാത്മാഗാന്ധിയുടെ മരണത്തെക്കുറിച്ച് നെഹ്റു പറഞ്ഞ വാക്കുകളാണ് ഇത്. ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ആരുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ? അല്ലേ? നെഹ്റുവിൻ്റെ വാക്കുകളാണ് കിടക്കുന്നത്. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ആരുടെ മരണത്തെക്കുറിച്ചാണ് പറഞ്ഞത്? മഹാത്മാഗാന്ധിയുടെ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ കാരയ്ക്കൽ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം. ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ കാരയ്ക്കൽ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം ഏതാണ്? 1950, 1947, 1954, 48. ആൻസർ ഏതാണ്? 54 കാരയ്ക്കൽ 54 ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ടത്. കാരയ്ക്കൽ 1954 ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടത്. ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായിരുന്നു കാരയ്ക്കൽ. അത് ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ട വർഷം ഏതാണ്? 1954 അല്ലേ? 50 കഴിഞ്ഞിട്ട് ഓർക്കാമല്ലോ, റിപ്പബ്ലിക് കഴിഞ്ഞിട്ട് 54 എന്ന് ഓർക്കുക. നെക്സ്റ്റ് വൺ, ആരുടെ അധ്യക്ഷതയിലാണ് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നത്? ആരുടെ അധ്യക്ഷതയിലാണ് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നത്? KP കേശവ മേനോൻ, K മാധവൻ നായർ, ആനി ബെസൻറ്റ്, KP രാമൻ മേനോൻ. ആൻസർ ആനി ബെസൻറ്റ്. ആരുടെ അധ്യക്ഷതയിലാണ് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നത്? ആരുടെ അധ്യക്ഷതയിലാണ്? ആനി ബെസൻറ്റ്. ആനി ബെസൻറ്റ്. നെക്സ്റ്റ് വൺ, അക്ബറുടെ കാലത്ത് മഹാഭാരത കഥ പൂർണ്ണമായി തയ്യാറാക്കിയ ചിത്രരൂപം ഏതാണ്? അക്ബറുടെ കാലത്ത് മഹാഭാരത കഥ പൂർണ്ണമായി തയ്യാറാക്കിയ ചിത്രരൂപം? കാർഖാന, രാസ്നാമ, ദിൻ ഇലാഹി, ദർബാറി. ആൻസർ ഏതാണ്? രാസ്നാമ. അക്ബറുടെ കാലത്താണ് രാസ്നാമ. അക്ബറുടെ കാലത്താണ് മഹാഭാരത കഥ പൂർണ്ണമായും തയ്യാറാക്കിയ ചിത്രരൂപം ഏതാണ്? രാസ്നാമ. അക്ബറുടെ ഭരണകാലത്ത് മഹാഭാരത തയ്യാറാക്കിയിരുന്നു അല്ലേ? മഹാഭാരത കഥ ചിത്രരൂപത്തിൽ തയ്യാറാക്കിയിരുന്നു. അതെന്താ അറിയപ്പെടുന്നത്? നമ്മളതിനെ രാസ്നാമ അല്ലേ? അക്ബർ മഹാഭാരത കഥ എന്താക്കി മാറ്റിയേക്കുന്നത്? രാസ്നാമ ശരിക്കും എന്താണ്? ചിത്രരൂപമാണ് അല്ലേ? അപ്പോൾ അക്ബറുടെ കാലത്ത് മഹാഭാരത കഥ പൂർണ്ണമായി തയ്യാറാക്കിയ ചിത്രരൂപം ഏതാണ്? രാസ്നാമ. അടുത്തത്, വിജയനഗര സാമ്രാജ്യത്തിലെ പ്രാദേശിക ഭരണം. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രാദേശിക ഭരണം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? നായങ്കര, അയ്യങ്കാർ, നായക്, സ്വരാജ്യം. ആൻസർ ഏതാണ് വരുന്നത്? അയ്യങ്കാർ. വിജയനഗര സാമ്രാജ്യം. അവിടുത്തെ പ്രാദേശിക ഭരണം എങ്ങനെ അറിയപ്പെടുന്നു? പ്രാദേശിക ഭരണം അല്ലേ? പ്രാദേശിക ഭരണം എങ്ങനെ അറിയപ്പെടുന്നു? അയ്യങ്കാർ. പ്രാദേശിക ഭരണമാണ് അയ്യങ്കാർ. അടുത്തത്, മൺസൂൺ കാലത്തിൻ്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസം. മൺസൂൺ കാലത്തിൻ്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസം എന്താണ്? വാവുവേലി, കടലാക്രമണം, ചാകര, സപ്തമി വേലി. അറബിക്കടൽ നോർക്കുക. മൺസൂൺ കാലത്തിൻ്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസം ഏതാണ്? ആൻസർ വരുന്നത്? ചാകര. അറബിക്കടൽ ചാകരയാണ് രൂപം കൊള്ളുക. അറബിക്കടൽ ഓർക്കുക, ചാകര ഓർത്തിരിക്കാം. നെക്സ്റ്റ് വൺ, തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘരൂപം ഏതാണ്? സിറസ്, സ്ട്രാറ്റസ്, ക്യുമുലസ്, നിംബസ് അല്ലേ? നേർത്ത തൂവൽക്കെട്ടുകൾ ഏതാണത്?
സിറസ്. നേർത്ത തൂവൽക്കെട്ടുകൾ എന്താണ്? സിറസ്. നേർത്ത സിറസ് കേട്ടോ, നേർത്ത സിറസ് ഓർക്കാം. നേർത്ത തൂവൽക്കെട്ടുകളെന്ന് മിക്കവാറും കാണാറുള്ളൂ തൂവൽക്കെട്ടുകൾ. അപ്പോൾ എന്താണത്? സിറസ്. എപ്പോഴേ കാണുന്നുള്ളൂ? തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിലാണ് കാണുക അല്ലേ? തെളിഞ്ഞ ആകാശത്ത് കാണപ്പെടുന്ന, ഡേയിൽ തെളിഞ്ഞ ആകാശത്ത് കാണപ്പെടുന്ന നേർത്ത തൂവൽക്കെട്ടുകളാണെന്ത്? സിറസ്. മേഘരൂപങ്ങളാണെന്ത്? സിറസ്. നേർത്ത തൂവൽക്കെട്ടുകൾ. നെക്സ്റ്റ് വൺ, ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന പ്രാദേശികവാദം. ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന പ്രാദേശികവാദം ഏതാണ്? ആൻസർ എന്താണ്? ഫൊൻ. ആൻസർ ഫൊൻ എന്നാണ്. അടുത്തത് 45D/10 എന്ന ധാരാതലീയ ഭൂപടത്തിൻ്റെ നമ്പറിൽ ഡി എന്തിനെ സൂചിപ്പിക്കുന്നു? 45D/10 എന്ന ധാരാതലീയ ഭൂപടത്തിൻ്റെ നമ്പറിൽ ഡി എന്തിനെ സൂചിപ്പിക്കുന്നു? ഇവിടുത്തെ ഡി. ബില്യൺ ഷീറ്റ്, ഡിഗ്രി ഷീറ്റ്, മിനിറ്റ്, കോണ്ടൂർ രേഖ. ഏതാണ്? ഡിഗ്രി ഷീറ്റാണ്. ഉത്തർപ്രദേശിലെ പ്രധാന ആണവോർജ്ജ നിലയം താരാപൂർ, കൽപ്പാക്ക, കൈഗ, നറോറ. ആൻസർ എന്താണ് വരിക? നറോറ. ഉത്തർപ്രദേശിലെ നറോറയാണ് ആണവോർജ്ജ നിലയം. ഉത്തർപ്രദേശിലെ കൈകയൊക്കെ നമുക്കറിയാം അല്ലേ? ഉത്തർപ്രദേശ്. അപ്പോൾ എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും? ഉത്തർപ്രദേശ്, നറോറ. ആ ഒരു പ്രാസം വെച്ചെങ്കിലും പഠിക്കാം. ഉത്തർപ്രദേശ്, നറോറ. നെക്സ്റ്റ് വൺ, അറ്റോർണി ജനറലുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ആ തെറ്റായ എന്നൊക്കെ നമ്മൾ വായിച്ച് ഇച്ചിരിക്കണം. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓടിപ്പിടിച്ച് പോകാൻ പറ്റില്ല. ഏതൊക്കെയാണ്? ഓപ്ഷൻസ് നോക്കാം. ഇന്ത്യയിലെ 1ാമത്തെ നിയമ ഓഫീസറാണ്. പാർലമെൻറ്റിലെ അംഗമല്ലെങ്കിൽ പോലും പാർലമെൻറ്റിൽ പങ്കെടുക്കാൻ കഴിയും. രാഷ്ട്രപതിയാണ് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത്. പാർലമെൻറ്റിലെ അംഗമല്ലാത്തതിനാൽ പാർലമെൻറ്റിൽ പങ്കെടുക്കാനുള്ള അവകാശം ഇല്ല. ആൻസർ ഏതാണ് വരുന്നത്? ഏതാണ്? പാർലമെൻറ്റിൽ ശരിയല്ലാത്ത പ്രസ്താവന ചോദിച്ചല്ലേ? ശരിയല്ലാത്ത പ്രസ്താവന ഏതായിരുന്നു? പാർലമെൻറ്റിലെ അംഗമല്ലാത്തതിനാൽ പാർലമെൻറ്റിൽ പങ്കെടുക്കാനുള്ള അവകാശം ഇല്ല. ഓക്കെ അല്ലേ? ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ആൻസർ ഇവിടെ രാജീവ് കുമാർ ആണ്. നെക്സ്റ്റ് വൺ, നിങ്ങൾ പറയുന്നതിനോട് ഞാൻ വിയോജിക്കുന്നു, പക്ഷേ അത് പറയുവാനുള്ള നിങ്ങളുടെ അവകാശത്തിനായി ഞാൻ മരണം വരെ പോരാടും. ഇത് ആരുടെ വാക്കുകളാണ്? വോൾട്ടയർ, ഗാന്ധി, നെഹ്റു, ഭഗത് സിംഗ്. ആൻസർ ഏതാണ് വരിക? വോൾട്ടയർ. നിങ്ങൾ പറയുന്നതിനോട് ഞാൻ വിയോജിക്കുന്നു, പക്ഷേ അത് പറയുവാനുള്ള നിങ്ങളുടെ അവകാശത്തിനായി ഞാൻ മരണം വരെ പോരാടും. ആരുടെ വാക്കാണിത്? വോൾട്ടയർ. ധനബില്ലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? രാജ്യസഭയ്ക്കാണ് കൂടുതൽ അധികാരം, ലോക്സഭയ്ക്കാണ് കൂടുതൽ അധികാരം, ഇരു സഭകൾക്കും തുല്യ അധികാരമുണ്ട്. ധനബില്ലുകളിൽ അന്തിമ അധികാരം ലോക്സഭാ സ്പീക്കറുടേതാണ്. ആൻസർ ഏതാണ് വരുന്നത്? ഡി ആണ്. 2ഉം 4ഉം. ലോക്സഭയ്ക്കാണ് കൂടുതൽ അധികാരം. ധനബില്ലുകളിൽ അന്തിമ അധികാരം ലോക്സഭാ സ്പീക്കറുടേതാണ്. ധനബില്ലുകളിൽ അന്തിമ അധികാരം ലോക്സഭാ സ്പീക്കറുടേതാണ്. നെക്സ്റ്റ്, COPRA എന്നതിൻ്റെ പൂർണ്ണരൂപം എന്തായിരുന്നു? കൗൺസിൽ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് ഏജ്ഡ്, കോഡ് പ്രൊട്ടക്ഷൻ ഏരിയ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, കോഓപ്പറേറ്റീവ് പ്ലാൻ ഫോർ റീഹാബിലിറ്റേഷൻ ഓഫ് അബാൻഡൻഡ്. ആൻസർ ഏതാണ്? കോപ്ര എന്നതിൻ്റെ COPRAൻ്റെ പൂർണ്ണരൂപം എന്താണ്? ആൻസർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. കോപ്ര, കൺസ്യൂമർ CON, പ്രൊട്ടക്ഷൻ PR അല്ലേ? നമുക്ക് പഠിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ആക്കാം. ആക്ട് അല്ലേ? ഇതിൻ്റെ PR കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, കോപ്ര. നെക്സ്റ്റ്, മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഭരണഘടനയുടെ 4ാം ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു, ഭരണഘടനയുടെ 3ാം ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു, കോടതി നടപടികളിലൂടെ നേടിയെടുക്കാൻ കഴിയും, ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും കടമെടുത്തിരിക്കുന്നു. ആൻസർ ഏതാണ് വരുന്നത്? ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? 2ഉം
3 ശരിയാണ്. 2, 3 ശരിയായ പ്രസ്താവന. ഏതൊക്കെയാണത്? 1 ഭരണഘടന മൗലിക അവകാശമല്ലേ ചോദിച്ചത്, മൗലിക അവകാശങ്ങളാണ്. 2, 3 ശരി. ഏതൊക്കെ വരുന്നുണ്ട്? ഭരണഘടനയുടെ 3-ാം ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ ബ്രിട്ടീഷ് കോടതി നടപടികളിലൂടെ മാത്രം നേടിയെടുക്കാൻ കഴിയും. മൗലിക അവകാശമാണ് ശരിയായ പ്രസ്താവന. 3-ാം ഭാഗത്ത് കോടതി വഴി മാത്രമേ നേടിയെടുക്കാൻ എന്ത് നേടിയെടുത്തുള്ളൂ? മൗലിക അവകാശങ്ങൾ അല്ലേ? മൗലികം 3-ാമത്തത്, പിന്നെ കോടതി വഴി നേടിയെടുക്കാം അല്ലേ? നമ്മുടെ അവകാശങ്ങൾ, മൗലിക അവകാശങ്ങൾ നമുക്ക് കോടതി വഴി നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ, ഗാർഹിക പീഡന നിരോധന നിയമം പാസ്സാക്കിയ വർഷം. ഗാർഹിക പീഡന നിരോധന നിയമം എന്താണെന്നുള്ളത് നോക്കാം. ആൻസർ അതാണ് 2005. നെക്സ്റ്റ് വൺ, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭ, ഓർക്കുക, ഭരണഘടനാ നിർമ്മാണ സഭ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് രൂപം കൊണ്ടത്. 3 മലയാളി വനിതകൾ പങ്കെടുത്തു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. KM മുൻഷി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഒരു അംഗമായിരുന്നു. ഇതിൽ ആൻസർ ഏതൊക്കെ വരുന്നുണ്ട്? നോക്കൂ, 1, 2, 4 എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. 1, 2, 4 എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. നോക്കാം. ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരം, ഓക്കെ. പിന്നെ 3 മലയാളി വനിതകൾ ഉണ്ടായിരുന്നു. പിന്നെ KM മുൻഷി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലൊരു അംഗം ആയിരുന്നു അല്ലേ? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലൊരു അംഗം ആയിരുന്നു. നെക്സ്റ്റ് വൺ, വിവരാവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെല്ലാം? വിവരാവകാശ നിയമം പാസ്സാക്കുന്നതിൽ MKSS എന്ന സംഘടന വഹിച്ച പങ്ക് വലുതായിരുന്നു. വിവരാവകാശ നിയമത്തിൽ ഒപ്പിട്ട രാഷ്ട്രപതി ശ്രീ APJ അബ്ദുൽ കലാം ആയിരുന്നു. MKSS സംഘടനയുടെ പ്രവർത്തന മേഖല രാജസ്ഥാൻ ആയിരുന്നു. ഈ നിയമം പാസ്സാക്കുന്നത് വർഷം 2008 ആണ്. ഇവിടെ ആൻസർ ഏതാണ് വരിക? ഏത് ഓപ്ഷനാണ് ആൻസർ വരുന്നത്? 1, 2, 3 അല്ലേ? C ആണ് ഓപ്ഷൻ വരുന്നത് ആൻസർ. ഈ 3 1, 2 and 3 ശരിയായ പ്രസ്താവനയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വിവരാവകാശം വന്നിട്ടുണ്ട് അല്ലേ? തൊട്ടുമുകളിൽ വേറൊരു ചോദ്യം എന്തിനെക്കുറിച്ചുള്ളതായിരുന്നു അല്ലേ? ഭരണഘടനാ നിർമ്മാണ സഭ. ഈ ഭരണഘടനാ നിർമ്മാണ സഭയുണ്ട്, അതുപോലെ വിവരാവകാശം. ഇതൊക്കെ എന്താണ്? നമ്മുടെ കീ പോയിൻറ്റ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്താ പറയാം, ഹോട്ട് ഏരിയാസ് അല്ലേ? ഹോട്ട്സ്പോട്ട് ഏരിയാസ് എന്ന് പറയാം, അല്ലെ വേറൊരു പേര് നമ്മൾ എന്താ പറയുക, ഫോക്കസ് ഏരിയ അല്ലേ? ഫോക്കസ് നമ്മൾ +2 പഠിക്കുമ്പോഴും 10 പഠിക്കുമ്പോഴൊക്കെ അല്ല ഫോക്കസ് ഏരിയാസ് മാത്രം പഠിക്കാറുണ്ട്. അപ്പം ആ ഫോക്കസ് ഏരിയ എടുത്തിട്ട് ഒന്നാണെന്ത്? വിവരാവകാശം അല്ലേ? അതുപോലെ മറ്റൊന്നാണെന്ത്? ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കുറേയധികം പോയിൻറ്റ്സുകൾ നമ്മൾ കളക്ട് ചെയ്ത് വെക്കണം. കുറേയധികം പോയിൻറ്റ്സുകൾ, അതിനെക്കുറിച്ച് അറിയാവുന്ന പോയിൻറ്റ്സുകളൊക്കെ ഒരു ഹെഡിങ് എഴുതിയിട്ട് കിട്ടുന്ന പോയിൻറ്റ്സുകളൊക്കെ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്കെന്താണ്? ഇതേപോലെ പ്രസ്താവന വരുമ്പോൾ നമുക്കത് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഭരണഘടനാ പദവി നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണ്? പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഭരണഘടനാ പദവി നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണ്? PK തുങ്കൻ കമ്മിറ്റി, ബൽവന്ത് റായ് കമ്മിറ്റി, സർക്കാരിയ കമ്മിറ്റി, കമ്മീഷൻ, ഹനുമന്തറാവു കമ്മിറ്റി. നോക്കാം, ആൻസർ എന്താണ് വരിക അല്ലേ? ആൻസർ PK തുങ്കൻ കമ്മിറ്റി. ഏതാണ്? PK തുങ്കൻ കമ്മിറ്റി. നെക്സ്റ്റ്, ഇന്ത്യയിൽ പണനയം നടപ്പിലാക്കുന്ന സ്വതന്ത്ര അതോറിറ്റി ഏതാണ്? ഇന്ത്യയിൽ പണനയം നടപ്പിലാക്കുന്ന സ്വതന്ത്ര അതോറിറ്റി ഏതാണ്? ധനകാര്യ മന്ത്രാലയം, ഗവൺമെൻറ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഏത് ആൻസർ വരിക? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പണനയം നടപ്പിലാക്കുന്ന സ്വതന്ത്ര അതോറിറ്റി റിസർവ് ബാങ്ക്. സ്വതന്ത്ര റിസർവ് ബാങ്കാണ്. സ്വതന്ത്ര റിസർവ് ബാങ്ക്. സ്വതന്ത്ര അതോറിറ്റി റിസർവ് ബാങ്ക്. ഓർക്കാമല്ലോ, ഇന്ത്യയിൽ പണനയം നടപ്പിലാക്കുന്ന പണനയം സ്വതന്ത്ര അതോറിറ്റി ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതോറിറ്റി റിസർവ് ബാങ്ക്, സ്വതന്ത്രമായി ഓർക്കാം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ പണനയം നടപ്പിലാക്കുന്ന സ്വതന്ത്ര അതോറിറ്റി ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓർത്തിരുന്നാൽ റിസർവ് ബാങ്ക് ഓർക്കാം ഇല്ലേ? ഇനി കമ്മി ബഡ്ജറ്റ് എന്നാൽ എന്താണ്? കമ്മി ബഡ്ജറ്റ്, വരവും ചെലവും തുല്യമായ ബഡ്ജറ്റ്, വരുമാനത്തേക്കാൾ ചെലവ് കൂടിയ ബഡ്ജറ്റ്, വരുമാനത്തേക്കാൾ ചെലവ് കുറഞ്ഞ ബഡ്ജറ്റ്.
ഇവയൊന്നും അല്ല. ഏത് ആൻസർ വരിക? കമ്മി ബഡ്ജറ്റ്. വരുമാനത്തേക്കാൾ ചെലവ് കൂടിയ ബഡ്ജറ്റ്. വരുമാനത്തേക്കാൾ ചെലവ് കൂടുന്നു. ചെലവ് കൂടുമ്പോൾ കയ്യിൽ പൈസ കമ്മിയാവുന്നു അല്ലേ? ചെലവ് കൂടിയ ബഡ്ജറ്റ് ആകുമ്പോൾ വരുമാനം 100 രൂപയാണെങ്കിൽ ചിലവ് 150 രൂപയാണെങ്കിൽ നമുക്കെന്താണത്? കമ്മി ബഡ്ജറ്റ് അല്ലേ? വരുമാനത്തേക്കാൾ ചിലവ് കൂടിയിരിക്കും. ചിലവ് കൂടുമ്പോൾ നമ്മുടെ കയ്യിൽ കാശില്ല അല്ലേ? സോ കമ്മിയാവുന്നു. സോ കമ്മി ബഡ്ജറ്റ്. അങ്ങനെ ഓർത്തിരിക്കാം. അങ്ങനെയൊന്നും അല്ലെങ്കിൽ പോലും നമുക്ക് പഠിക്കാൻ വേണ്ടി നമുക്കത് ഓർത്തിരിക്കാം. വരുമാനത്തേക്കാൾ ചിലവ് കൂടിയ ബഡ്ജറ്റ് എന്താണ്? കമ്മി ബഡ്ജറ്റ്. ഇനി GST ഏത് തരം നികുതിയാണ്? റിലേറ്റഡ് ആണ് ക്വസ്റ്റ്യൻസ്. GDP + NFIA എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ NNB ഉണ്ട്, GNB ഉണ്ട്, NITX ഉണ്ട്, NDP ഉണ്ട്. ഏതാണ്? GNB ആണ് ഉത്തരം വരിക. GNB. ആസൂത്രണ കമ്മീഷൻ്റെ പുതിയ പേരെന്താണ്? ആസൂത്രണ കമ്മീഷൻ്റെ പുതിയ പേര് എന്താണ്? അറിയാമല്ലോ. ഏതാണത്? ആൻസർ നീതി ആയോഗ്. അടുത്തത്, AB രക്തഗ്രൂപ്പുള്ളൊരു വ്യക്തിക്ക് A രക്തഗ്രൂപ്പുള്ള മറ്റൊരു വ്യക്തിക്ക് രക്തദാനം ചെയ്യാൻ കഴിയില്ല. AB to A കഴിയില്ല. AB to A കഴിയില്ല എന്ന് പറയുന്നു. കാരണം A രക്തഗ്രൂപ്പുള്ള വ്യക്തിയുടെ ശരീരത്തിൽ ഡാഷ് ഉള്ളതുകൊണ്ടാണ്, അല്ല ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നോക്കാം. AB രക്തഗ്രൂപ്പുള്ള വ്യക്തി എന്ന് പറയുമ്പം Aയും B ഇവിടുത്തെ ആൻറ്റിജനാണ് അല്ലേ? അവർക്ക് A ഉള്ളവർക്ക് കൊടുക്കാൻ കഴിയില്ല. A ആൻറ്റിജൻ ഉള്ളവർക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ നോക്കാം. ഓപ്ഷൻസിൽ A ആൻറ്റിജൻ ഇല്ല. ആൻറ്റി-B എന്ന ആൻറ്റിബോഡി B ഉൽപ്പാദിപ്പിക്കപ്പെടും. ആൻറ്റിബോഡി A എന്ന ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇവയൊന്നുമല്ല. A ആൻറ്റിജൻ ഇല്ല എന്നതുകൊണ്ടെന്ന് പറയുമ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നോക്കാം, ആൻസർ നോക്കാം. ഒന്ന് ഓർക്കുക, ABക്ക് Aക്കാർക്ക് കൊടുക്കാൻ കഴിയില്ല. കാരണം പറയുന്നത് A രക്തഗ്രൂപ്പുള്ള വ്യക്തി ശരീരത്തിൽ എന്ത് കാണത്തില്ലെന്നാണ് പറയുന്നത്. എന്തായിരുന്നു ആൻസർ? എന്തുൽപ്പാദിപ്പിക്കപ്പെടും? AB ആൻറ്റിബോഡി B എന്ന ആൻറ്റി-B മീൻസ് ആൻറ്റിബോഡി ഓർത്താൽ മതി. B എന്ന ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇതൊന്നും വായിക്കേണ്ട. B എന്ന ആൻറ്റിബോഡി എന്താണ്? ഉൽപ്പാദിപ്പിക്കപ്പെടും. അതാണ് ആൻസർ. B എന്ന ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കപ്പെടും എന്നാണ് ആൻസർ. ഇതെന്ന് പറയുമ്പോൾ A ആൻറ്റിജനും B ആൻറ്റിജനും ഉണ്ട്. ഇവിടെ A ആൻറ്റിജനും ഉണ്ട്. അത് വെച്ചാണ് നമ്മൾ ഗ്രൂപ്പ് പറയുന്നത് തന്നെ. അതിൻ്റെ ഓപ്പോസിറ്റ് അപ്പോൾ ആൻറ്റിബോഡി ഇല്ലാണ്ടാവും. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. റബ്ബർ പാർക്ക്. ആൻസർ കാസർഗോഡ്, കോട്ടയം, ഐരാപുരം, തിരുവനന്തപുരം. റബ്ബർ പാർക്കാണ് ചോദിച്ചേക്കുന്നത്. റബ്ബർ പാർക്ക് ആൻസർ അത് വരും. റബ്ബർ പാർക്ക് എന്ന് പറയുമ്പോൾ ഐരാപുരം ഓർക്കുക. റബ്ബറിൻ്റെ ഐരാപുരം റബ്ബർ പാർക്ക് ഐരാപുരം. അടുത്തത്, മത്സ്യങ്ങളിലെ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം എത്രയാണ്? മത്സ്യങ്ങളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ് അല്ലേ? ഇത് മീനിൻ്റെ മുള്ള 2 സൈഡിൽ കേട്ടോ. എത്ര അറയുണ്ടവർക്ക്? 2 എണ്ണം അല്ലേ? 2 വശത്തേക്കും മുള്ളുകളുണ്ട്. ഇങ്ങനെ മീന് കാണില്ലേ? മീനിൻ്റെ നടുകയുള്ള മുള്ള് അല്ലേ? മുള്ളിങ്ങനെ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ 2 അങ്ങനെ വേണം ഓർക്കാം. ബയോളജിക്കലി അറിയാവുന്നവർക്ക് 2 എന്ന് അറിയാൻ പറ്റും. അല്ലാത്തത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ അറിയാം. മത്സ്യത്തിന് 2 അറ, നടുകയുള്ള മുള്ള, 2 സൈഡിലേക്കും മുള്ള അല്ലേ? നമ്മുടെ അയലയോ മത്തിയൊക്കെ ഓർത്താൽ മതി. ശരിയെന്ന്. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യയിൽ CDRI ലക്നോ നിർമ്മിച്ച സ്ത്രീകൾക്കായുള്ള ഗർഭനിരോധന ഉപാധി. ഇപ്പോൾ മീനിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഫിഷിൻ്റെ കാര്യമൊക്കെ പഠിപ്പിച്ച സമയമുണ്ടായിരുന്നു പണ്ട് ഗസ്റ്റ് ലെക്ചറിൽ പോയ സമയത്ത്. അപ്പം മീനിൻ്റെ അറകളെപ്പറ്റി അന്ന് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഇതായിരുന്നു. കാരണം +2 കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും അവർക്ക് അത് കാണാതെ പഠിക്കാൻ വലിയ എല്ലാം കൂടി ആകുമ്പോൾ പാടാണ്. അപ്പോൾ മീനെ ഓർക്കുമ്പോൾ 2 എണ്ണം ഇങ്ങനെ വരച്ച് കാണിച്ചാൽ 2 അറ എന്നുള്ളത് അവർ 2 ചെയ്യുമ്പോൾ എന്നുള്ളത് മറക്കില്ല. ദാറ്റ്സ് ഓൾ. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യയിൽ CDRI ലക്നോ നിർമ്മിച്ച സ്ത്രീകൾക്കായുള്ള ഗർഭനിരോധന ഉപാധി ഏതാണ്? കോപ്പർ ടി, സഹേലി, LNG-20 ഇവയൊന്നുമല്ല. ആൻസർ അതാണ്, സഹേലിയാണ്. ഗർഭനിരോധന ഉപാധി ഏതാണ്? സഹേലി. സ്ത്രീകൾക്കായുള്ള ഗർഭനിരോധന ഉപാധി സഹേലി. നെക്സ്റ്റ്, ജൈവവൈവിധ്യ മേഖലകളിലെ ഹോട്ട്സ്പോട്ടുകൾ എന്ന ആശയം രൂപകൽപ്പന ചെയ്ത ശാസ്ത്രജ്ഞൻ.
ജൈവ വൈവിധ്യ മേഖലകളിലെ ഹോട്ട്സ്പോട്ടുകൾ എന്ന ആശയം രൂപകൽപ്പന ചെയ്ത ശാസ്ത്രജ്ഞൻ ആരാണ്? നോർമാൻ മേയർ, എഡ്വേർഡ് വിൽസൺ, ജിം കോർബറ്റ്. സുന്ദർലാൽ ബഹുഗുണ ശാസ്ത്രജ്ഞനാണ് ചോദിച്ചേക്കുന്നത്. ആരാണത്? നോർമാൻ മേയർ. നോർമാൻ മേയറാണ് സയൻറ്റിസ്റ്റ് വരുന്നത്. നെക്സ്റ്റ്, ഒരു ചില്ലുപാത്രത്തിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അത് പൊട്ടി പോവാൻ കാരണം? ചില്ലുപാത്രത്തിൻ്റെ താപചാലകത കുറവായതിനാൽ, ചില്ലുപാത്രത്തിൻ്റെ താപചാലകത കൂടുതലായതിനാൽ, ചില്ലുപാത്രത്തിൻ്റെ ആപേക്ഷിക താപം കുറവായതിനാൽ, ചില്ലുപാത്രത്തിൻ്റെ സാന്ദ്രത പെട്ടെന്ന് കൂടുന്നത് കൊണ്ട്. എന്തുകൊണ്ടാണ് ചില്ലുപാത്രത്തിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അത് പൊട്ടിപ്പോവാൻ കാരണം? എന്തുകൊണ്ടാണ് പൊട്ടിപ്പോവാൻ കാരണം? ആൻസർ, ചില്ലുപാത്രത്തിൻ്റെ താപചാലകത കുറവായതിനാൽ. ചില്ലുപാത്രത്തിന് ചാലകത കുറവായതുകൊണ്ടാണ് പെട്ടെന്ന് എന്താണ് അതിന് പൊട്ടിപ്പോവാൻ കാരണം. താപചാലകത കുറവായതിനാൽ പൊട്ടിപ്പോകാൻ കാരണമാകുന്നു. അടുത്തത്, ഹൈഡ്രജൻ സ്പെക്ട്രത്തിൻ്റെ ഏത് ശ്രേണിയാണ് ദൃശ്യപ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യത്തിൻ്റെ പരിധിയിൽ വരുന്നത്? ആൻസർ ഏതാണ് വരുന്നത്? ബാൽബൻ ശ്രേണി. ആൻസർ ബാൽബൻ ശ്രേണി. ബാൽമർ. ദൃശ്യപ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യത്തിൻ്റെ പരിധിയിൽ വരുന്നത്. ദൃശ്യപ്രകാശത്തിലെ ഇൻഫ്രാറെഡ് റേസ്, അൾട്രാറേസ് അങ്ങനെ എല്ലാം കൂടി വരുന്നൊരു സ്പെക്ട്രം ഉണ്ടല്ലോ. ദൃശ്യപ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യത്തിൻ്റെ പരിധിയിൽ വരുന്ന എന്താണ്? ബാൽമൻ ശ്രേണി. അപ്പോൾ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൻ്റെ ഏത് ശ്രേണിയിലാണ് ദൃശ്യപ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യത്തിൻ്റെ പരിധിയിൽ വരുന്നത്? ബാൽമർ എന്ന് ഓർത്തിക്കുക. ബാൽമർ ശ്രേണി. ഹൈഡ്രജൻ സ്പെക്ട്രം ബാൽമർ ശ്രേണിയാണ്. ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ബാൽമർ ശ്രേണിയിലാണ് കാണുന്നത് ഓർക്കുക. 30 മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടത്തിൽ നിന്ന് 50 ഗ്രാം ഭാരമുള്ള കല്ല് താഴെ എത്തുമ്പോൾ അതിൻ്റെ പ്രവേഗം ഏകദേശം എത്രയായിരിക്കും? ആൻസർ 24.25 മീറ്റർ പെർ സെക്കൻഡ്. 24.25 മീറ്റർ പെർ സെക്കൻഡ്. കാലിയം എന്നത് ഏത് മൂലകത്തിൻ്റെ ലാറ്റിൻ നാമമാണ്? ഏതാണ്? പൊട്ടാസ്യം അല്ലേ? പൊട്ടാസ്യം. ഖരപദാർത്ഥങ്ങളെ ചൂടാക്കി നേരിട്ട് വാതകമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഏത്? ഉത്പതനം, ബാഷ്പീകരണം, സാന്ദ്രീകരണം, ഘനീഭവിക്കൽ. വാതകമാറ്റുക, ഉത്പതനം. ഉണ്ടോ? ഏതാണ്? ഉത്പതനം. വാതകം, ഉത്പതനം. ചൂടാക്കി വാതകം മാറ്റുന്നു. കല്ല് പോലുള്ള സാധനങ്ങൾ എന്താക്കുന്നുണ്ട്? ചൂടാക്കുമ്പോൾ അത് നേരിട്ട് വാതകമായി പോകുന്നു, ആവിയായി പോകുന്നതാണെന്ത്? ഉത്പതനം. അത് ഓർത്തില്ലെങ്കിൽ വാതകമാക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് എഴുതാം പതനം അല്ലേ? ഓർക്കാം. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യത്യസ്തമായത് കണ്ടെത്തുക. റീഡ് ഓൺലി മെമ്മറി, റാൻഡം ആക്സസ് മെമ്മറി, ക്യാഷ് മെമ്മറി, ബ്ലൂ റേ DVD. ഏതായിരിക്കും ആൻസർ വരുന്നത്? ബ്ലൂ റേ DVD. ഇനി ഇന്ത്യൻ റെയിൽവേ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഏത്? ഉദാഹരണം എന്താണ്? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, ലോക്കൽ ഏരിയ, വൈഡ് ഏരിയ, പേഴ്സണൽ ഏരിയ. ആൻസർ എന്താണ് വരുന്നത്? വൈഡ് ഏരിയ നെറ്റ്വർക്ക്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എവിടുത്തെയാണ്? ഇന്ത്യൻ റെയിൽവേയിൽ വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. ഇന്ത്യൻ റെയിൽവേയിൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. റെയിൽവേ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇനി വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ടിം ബർണേഴ്സ്-ലീ. വെബിൻ്റെ വേൾഡ് വൈഡ് ടിം ബർണേഴ്സ്-ലീ. അതങ്ങോട്ട് കാണാൻ പഠിക്കുക. വേൾഡ് വൈഡ് ടിം ബർണേഴ്സ്-ലീ. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓഫീസ് പാക്കേജിൻ്റെ ഭാഗമായി വരുന്ന ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഏതാണ്? ഓഫീസ് പാക്കേജിൻ്റെ ഭാഗമായി വരുന്ന ഡേറ്റാബേസ്. ഓഫീസിൽ ഡേറ്റാബേസ് ഓർക്ക് എന്തായിരിക്കും അവർ കാണിച്ചു വിട്ടുക അല്ലേ? എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓഫീസിൽ ഡേറ്റാബേസ് ഓഫീസ് പാക്കേജിൻ്റെ ഭാഗം വരുന്ന ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഓർക്കുക. ഓഫീസ് പാക്കേജിൽ ഡേറ്റാബേസ് എങ്ങനെയാണ്?
ആൻസർ മൈക്രോസോഫ്റ്റ് ആക്സസ്. മൈക്രോസോഫ്റ്റ് ആക്സസ് അല്ലേ, മൈക്രോസോഫ്റ്റ് ആക്സസ്. നെക്സ്റ്റ് വരുന്നത് മറ്റൊരാളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെ ഏത് സെക്ഷനിൽ പെടുന്നു? മറ്റൊരാളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ആക്ടിൻ്റെ ഏത് സെക്ഷനിൽ പെടുന്നു? സെക്ഷൻ 66E ആണ്. സെക്ഷൻ 66E ആണ്. ആണ് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം. ഇയിലേക്കാണ്. എ അല്ല, ഇയിലേക്ക്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ കുമാരനാശിനെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന. മഹാകാവ്യം രചിച്ചിട്ടില്ല. പ്രരോദനം കുമാരനാശിൻ്റെ കൃതിയല്ല. മഗ്ദലമറി എന്ന ഖണ്ഡകാവ്യം രചിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഖണ്ഡകാവ്യം വീണപൂവ് ആണ്. ആൻസർ ബി ആണ്. 1ഉം 4ഉമാണ്. മലയാളത്തിലുണ്ടായ ആദ്യത്തെ ചെറുകഥ ഏതാണ്? വെള്ളപ്പൊക്കത്തിൽ, ശബ്ദിക്കുന്ന കലപ്പ, വാസനാവികൃതി, പ്രകാശം പരത്തുന്ന പെൺകുട്ടി. ആൻസർ വാസനാവികൃതിയാണ്. ആൻസർ വാസനാവികൃതിയാണ്. താഴെ പറയുന്നവയിൽ കഥകളിയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ്? കഥകളിയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ്? മിനുക്ക്, പച്ച, കത്തി, കരി, താടി എന്നിവ കഥകളിയിലെ പ്രധാന വേഷങ്ങളാണ്. ചെണ്ട, ശുദ്ധമദ്ദളം, ചെങ്കില, ഇലത്താളം എന്നീ വാദ്യങ്ങൾ കഥകളിയിൽ ഉപയോഗിക്കും. കഥകളിക്ക് അവലംബമായിട്ടുള്ള സാഹിത്യരൂപം ആട്ടക്കഥയാണ്. സംഭാഷണ പ്രധാനമായ സാഹിത്യരൂപമാണ് കഥകളി. ആൻസർ കഥകളിയാണ് പറഞ്ഞേക്കുന്നത്. ബന്ധപ്പെടാത്ത പ്രസ്താവന ഇപ്പോൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 4മത്തെയാണ് ബന്ധപ്പെടാത്ത പ്രസ്താവന. മിനുക്ക്, പച്ച, കത്തി എന്നിവ പ്രധാന വേഷം. ചെണ്ട, ശുദ്ധമദ്ദളമൊക്കെ വാദ്യമേളങ്ങൾ. സാഹിത്യരൂപം ആട്ടക്കഥ പറയുന്നുണ്ട് അല്ലേ. സംഭാഷണ പ്രധാനമല്ല എന്ന് പറയുന്നു. ഓക്കെ. നെക്സ്റ്റ് വൺ, ഒളിമ്പിക് ചിഹ്നത്തിൽ എത്ര വളയങ്ങൾ കോർത്തിണക്കിയിട്ടുണ്ട്? ആൻസർ എന്താണ്? ഇല്ലേ, ഒളിമ്പിക് ചിഹ്നത്തിൽ എത്ര വളയങ്ങൾ കോർത്തിണക്കിയിട്ടുണ്ട്? ഇവിടെ 4മത്തെ ഒരു ഓപ്ഷൻ, ഇവിടെ 5മത്തെ ഒരു ഓപ്ഷൻ ഉണ്ടോ? 5. അതെനിക്ക് തെറ്റുന്നതാണോ? ഇതൊന്ന് കമൻറ്റ് ചെയ്യും എന്താ സംഭവം എന്നുള്ളത്. ഒളിമ്പിക് ചിഹ്നത്തിൽ എത്ര വളയങ്ങൾ ശരിക്കുമുണ്ട്? 5 വളയങ്ങളില്ലേ അല്ലേ? അത് പരസ്പരം കോർത്ത 5 നിറത്തിലുള്ള അല്ലേ, 5 നിറത്തിലുള്ള വളയങ്ങളാണ് അല്ലേ. പരസ്പരം കോർത്ത 5 നിറത്തിലുള്ള വളയങ്ങളാണ് ഒളിമ്പിക് ചിഹ്നത്തിൽ കാണുക അല്ലേ. മഞ്ഞ വളയമുണ്ട്, കറുത്ത വളയം, നീല വളയം, ചുവപ്പ് വളയം, പച്ച വളയം ഒക്കെ ഉണ്ട് അല്ലേ. നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്താ കിടക്കുന്നുള്ളത്? ഈ ഓപ്ഷനിൽ 5 എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 5 എന്നുള്ള ഇത് വേണ്ടേ ഇല്ല. 5മത്തെ ഉണ്ടോ ഇവിടെ? ഇല്ല. അപ്പോൾ എന്തായാലും ഓർക്ക് എന്താണ്, എത്ര വളയങ്ങളുണ്ട്? 5 വളയങ്ങൾ അല്ലേ. പറഞ്ഞ നിറത്തില്ല. ഏതൊക്കെ നിറം? മഞ്ഞ നിറം, കറുത്ത വളയം. മഞ്ഞ നിറം എന്താണ്? ഏഷ്യ അല്ലേ. കറുത്ത വളയം എന്ന് പറയുമ്പോൾ ആഫ്രിക്ക. നീലവളയം എന്തായിരുന്നു? യൂറോപ്പ്. ചുവപ്പ് വളയം ചുവപ്പ് അമേരിക്ക, പച്ച ഓസ്ട്രേലിയ കേട്ടോ. നെക്സ്റ്റ് വരുന്നത് കേരള ഫോക്ലാർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള ഫോക്ലാർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഏതാണ് ആൻസർ? ഇതാണ് വരിക അല്ലേ. 3 കണ്ണൂരാണ്. ഫോക്ലാർ കണ്ണൂരാണ് വരിക. ഫോക്ലാർ എവിടെയാണ്? കണ്ണൂരാണ് എൻ്റെ ആസ്ഥാനം. ഫോക്ലാർ കണ്ണൂരാണ് എൻ്റെ ആസ്ഥാനം. ഫോക്ക് കണ്ണൂർ. നെക്സ്റ്റ്, ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ. നമ്മളത് കാണാതെ പഠിക്കണം കേട്ടോ. കാണാതെ പഠിക്കും, ആൻസർ പഠിക്കുക. അതിലൂടെ ചുറ്റുമുള്ള അനുബന്ധമായത് വായിക്കുമ്പോഴാണ് അത് തറവായി നിൽക്കുക. പിന്നെ ഒട്ടും കിട്ടാത്തപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? ഈ കായും ഒക്കെ വെച്ച് നമ്മൾ പഠിക്കുക അല്ലേ. ചില ടെക്നിക്സുകൾ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. ഫോക്ലാർ എന്ന് പറഞ്ഞാൽ കണ്ണൂരാണെന്ന് നമുക്കൊന്ന് ഓർക്കാൻ. കാവച്ച് കോഴിക്കോടും ഇല്ലേ, പക്ഷെങ്കിൽ കണ്ണൂർ നമ്മൾ പെട്ടെന്ന് ഓർത്ത് കിട്ടിയത് ഫോക്ലാർ കണ്ണൂരിൽ നമുക്ക് ഒരു പക്ഷേ ക്ലിക്കാവും. നെക്സ്റ്റ്, ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരാണ്? സുകുമാർ അഴീക്കോട്, ഡോക്ടർ APJ ആണോ? ഡോക്ടർ PM മുബാറക് പാഷ, K ജയകുമാർ, അനിൽ വള്ളത്തോൾ അല്ലേ. ആൻസർ ഇത് വരുന്നുണ്ട് മുബാറക് പാഷ അല്ലേ. ഡോക്ടർ PM മുബാറക് പാഷ. ഓക്കെ. APJ എന്ന് പറയുമ്പോൾ PM അല്ലേ, ഡോക്ടർ കാണുമ്പോൾ ഓർക്കാം. മുബാറക് പാഷ അല്ല, ആരാണത്? വൈസ് ചാൻസലർ. ഇവിടുത്തെയാണത്
വൈസ് ചാൻസലർ ശ്രീനാരായണ ഗുരു അല്ലേ. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ഇവിടെ ഒളിമ്പിക്സിൽ എത്ര വളയങ്ങളുണ്ട്? 5 വളയം അല്ലേ. 5 വളയങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ് 5 വളയം? കോർത്തിണക്കി 5 വളയങ്ങളില്ലേ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? മഞ്ഞ നിറത്തിലുള്ള ഏഷ്യ അല്ലേ. മഞ്ഞ വളയം ഏഷ്യയാണ്. കറുത്ത വളയം ആഫ്രിക്കയാണ്. നീല വളയമോ യൂറോപ്പാണ്. ചുവപ്പ് വളയം അമേരിക്കയാണ്. പച്ച വളയമോ ഓസ്ട്രേലിയ അല്ലേ. അങ്ങനെ 5 നിറത്തിലുള്ള വളയങ്ങൾ പരസ്പരം കോർത്തിണക്കിയാണ് കാണുക കേട്ടോ. ഇവിടുത്തെ ആൻസർ നമുക്ക് എന്താണ്? 5 എന്നുള്ള 5ാമത്തെ ഉണ്ടോ? ഇല്ല, നോക്കാം. ആൻസർ പക്ഷേ എന്താണ്? 5 ആണ്. ഇവിടെ നമ്മൾ എന്തെഴുതി വെക്കും അല്ലേ. അത് ഫൈനൽ ആൻസർ കളഞ്ഞിട്ടുമില്ല. നെക്സ്റ്റ്, കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം, തൃശ്ശൂർ, കണ്ണൂർ, കൊച്ചി അല്ലേ. എവിടെയാണ് ആസ്ഥാനം? ഫോക്ലാർ കണ്ണൂരാണ്. നെക്സ്റ്റ്, ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരാണ്? സുകുമാർ അഴീക്കോട്, ഡോക്ടർ PM മുബാറക് പാഷ, K ജയകുമാർ, അനിൽ വള്ളത്തോൾ. ആൻസർ ഏതാണ് വരുന്നത്? ആൻസർ ഡോക്ടർ PM മുബാറക് പാഷ. നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ്, തോമസ് കപ്പ് ഏത് കളിയെ ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിൻ്റൺ, ടെന്നീസ്, ഫുട്ബോൾ, ക്രിക്കറ്റ്. ആൻസർ എന്താണ്? എ ഓപ്ഷനാണ് ബാഡ്മിൻ്റൺ. പറക്കും സിഖ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽഖ സിംഗ് അന്തരിച്ചത് ഏത് വർഷം? ആൻസർ ഏതാണ്? സി ആണ് ആൻസർ അല്ലേ. അപ്പോൾ 21 പറക്കും സിഖ് മിൽഖ സിംഗ് അല്ലേ. പറക്കും സിഖ് 21 അന്തരിച്ചത്. അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡൻ്റാണ് ജോ ബൈഡൻ? ആൻസർ ഓപ്ഷൻ എ ജോ ബൈഡൻ. 46ാമത്തത്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പി വത്സല. 21 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ്? പി വത്സല. 24 ഇപ്പോഴത്തെ ആരാണത്? വസന്ത് അല്ലേ. ഡോക്ടർ SK വസന്ത്. 24 ഡോക്ടർ SK വസന്ത്. 51 ആൻസർ വരുന്നത് എത്രയാണ്? ആൻസർ പറഞ്ഞു പോകാൻ ഞാൻ എന്തായാലും 51 ആൻസർ ഓപ്ഷൻ സി ആണ്. 52 ആൻസർ ഓപ്ഷൻ ഡി ആണ്. 53 ആൻസർ എന്ന് വരുന്നത് 53 ഓപ്ഷൻ എ ആണ്. 54 ഡിലീറ്റ് ആണ്. 55 എ ആണ് ആൻസർ. 56 എന്ന് പറയുമ്പോൾ ഡിലീറ്റ് ആണ്. 57 എ ആണ്. 58 എന്ന് പറയുമ്പോഴത് ഡിലീറ്റ് ആണ് അവർ. 59 എന്ന് പറയുമ്പോൾ ബി ആണ് ഓപ്ഷൻ. നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കുക. അപ്പോൾ ആൻസർ വരുന്നുണ്ടോ എന്ന് നോക്കുക. 60 ആൻസർ വരുന്നത് ഓപ്ഷൻ എ. 61 എ ആണ്. 62 എന്ന് പറയുമ്പോൾ എ ഓപ്ഷൻ. 63 എന്ന് പറയുമ്പോൾ ഡി ആണ്. 64 എന്ന് പറയുമ്പോൾ ഡിലീറ്റ് ആണ്. 65 എന്ന് പറയുമ്പോൾ ഡി ഓപ്ഷൻ. നമുക്ക് ആൻസർ ABCD എന്ന ഓപ്ഷനാണ് കേട്ടോ. അതുകൊണ്ടാണ് ആ ഡി ഓപ്ഷൻ തന്നെ എടുത്ത് പറയുന്നത്. 66 എന്ന് പറയുമ്പോൾ ഡി ഓപ്ഷൻ. 67 എന്ന് പറയുന്നത് എ ഓപ്ഷൻ. 68 എന്ന് പറയുന്നത് ബി ഓപ്ഷൻ. 69 എന്ന് പറയുന്നത് ആൻസർ സി ഓപ്ഷൻ. 70 ഡിലീറ്റ് ആണ്. നെക്സ്റ്റ് 71 നോക്കാം. ഇംഗ്ലീഷിലേക്ക് നോക്കാം. സുമതീസ് പേരൻസ് ഡാഷ് വിസിറ്റഡ് താജ്മഹൽ. സുമതീസ് പേരൻസ് ഡാഷ് വിസിറ്റഡ് താജ്മഹൽ. ഹാവ്, ഹാസ്, ഈസ്, വാസ്. സുമതീസ് പേരൻസ് അപ്പോൾ ഏതാണ് ചേർക്കേണ്ടതെന്ന്? ഹാവ് ആണ്. സുമതീസ് പേരൻസ് ഹാവ് ആണ് വിസിറ്റഡ്. Helen of Troy was considered as the dash beautiful woman in the world. Helen of Troy was considered as the dash beautiful woman in the world. Answer option C ആണ്. most beautiful woman in the world. most beautiful
woman in the world. Most beautiful woman in the world. I saw a man. Dash man was standing in front of a gate. I saw a man. Dash man was standing in front of the gate. The an a one. ആൻസർ അതാണ്. The man was standing in front of a gate. The man was standing in front of a gate. Next, Renju wrote a letter to you. ക്വസ്റ്റ്യൻ ടാഗാണ് അല്ലേ. അവിടെ നോക്കുക, രഞ്ജു റോട്ട് എ ലെറ്റർ ടു യു. അവിടെ വെർബ് ഫോം വന്നേക്കുക റോട്ടാണ് അല്ലേ, റൈറ്റിൻ്റെ പാസ്റ്റ് ഫോമാണ് റോട്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ എന്തെടുക്കണം, ഡിഡ് ഡു ഡിഡ് ഫോം ഉണ്ടല്ലോ. അപ്പോൾ വരുമ്പോൾ എന്താണ് വരിക, റൈറ്റ് ഡു ഫോം, റോട്ട് ആകുമ്പോഴെന്താണ് ഡിഡിൻ്റെ ഫോം. സോ ഡിഡ് ആക്കുക അല്ലേ, ഡിഡ്. പിന്നെ രഞ്ജു ഹി ആണ്. പിന്നെ നോക്കണം എന്താ നോട്ടുണ്ടോ ഇല്ലയോ. നോട്ടുണ്ടെങ്കിൽ ടാഗിൽ വേണ്ട, ഇല്ലെങ്കിൽ ടാഗിൽ വേണം എന്നുള്ള അങ്ങനെയല്ലേ. അപ്പോൾ റോട്ടിന് ഡിഡ് ഉണ്ട്, നോട്ടില്ല. എന്താ ആൻസർ വരിക, ആൻസർ ഡിഡിൻറ്റ് അല്ലേ, ഡിഡിൻറ്റ് ഹി എന്നാണ് അല്ലേ, ഡിഡിൻറ്റ് ഹി. നെക്സ്റ്റ്, സീനിയർ ഓഫീസേഴ്സ് റീച്ച്ഡ് ദ ആക്സിഡൻറ്റ് സ്പോട്ട് ടു ഡാഷ് ദ റെസ്ക്യൂ ഓപ്പറേഷൻസ്. സീനിയർ ഓഫീസേഴ്സ് റീച്ച്ഡ് ദ ആക്സിഡൻറ്റ് സ്പോട്ട് ടു ഡാഷ് ദ റെസ്ക്യൂ ഓപ്പറേഷൻസ്. ദ റെസ്ക്യൂ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് എന്താ ചെയ്തു, സൂപ്പർവൈസിങ്, സൂപ്പർവൈസ്, സൂപ്പർവൈസേഴ്സ്, സൂപ്പർവൈസ്ഡ്. ആൻസർ ഇതാണ്, സൂപ്പർവൈസ്, സൂപ്പർവൈസ്. നെക്സ്റ്റ്, ഷീബ ഡാഷ് ദ ന്യൂസ് പേപ്പർ വെൻ ഹർ ഹസ്ബൻഡ് റിട്ടേൺഡ് ഫ്രം ഓഫീസ്. ഷീബ ഡാഷ് ദ ന്യൂസ് പേപ്പർ വെൻ ഹർ ഹസ്ബൻഡ് റിട്ടേൺഡ് ഫ്രം ഓഫീസ്. നോക്കുക എന്താണെന്ന് വരിക. ഇല്ല, അവൾക്ക് ന്യൂസ് പേപ്പർ വായിക്കണം, പക്ഷേ എപ്പോഴേ ഉള്ളൂ അവിടെ ഹസ്ബൻഡ് റിട്ടേൺ ചെയ്യുമ്പോൾ ഇല്ലേ, ഓഫീസിൽ നിന്ന് വരുമ്പോൾ മാത്രമേ വായിക്കാൻ പറ്റൂ. അപ്പോൾ നോക്കാം, ഈസ് റീഡിംഗ് ആണോ, വാസ് റീഡിംഗ് ആണോ, റീഡ്സ് ആണോ, ഹാവ് ബീൻ റീഡിംഗ് ആണോ. ആൻസർ ഏതാണ്, വാസ് റീഡിംഗ് അല്ലേ. ഷീബ വാസ് റീഡിംഗ് ദ ന്യൂസ് പേപ്പർ. ഷീബ വാസ് റീഡിംഗ് ദ ന്യൂസ് പേപ്പർ വെൻ ഹെർ ഹസ്ബൻഡ് റിട്ടേൺഡ് ഫ്രം ഓഫീസ്. നെക്സ്റ്റ്, ഇഫ് യു ഹാഡ് എനഫ് മണി യു ഡാഷ് എ കാർ. കുഡ് ബൈ, കുഡ് ഹാവ്, ബോട്ട്, ക്യാൻ ബൈ, ബൈ. ഏതാണ്, കുഡ് ബൈ. If you had enough money, you could buy a car. You could buy a car. If you had enough money, you could buy a car. ഇങ്ങനെയുള്ള സെൻറ്റൻസ്, ഇഫ് യു ഹാഡ്, അങ്ങനെ ഇഫ് വരുന്ന നമ്മൾ റൂൾസ് ഒന്നും അറിയാത്തവർക്ക് പോലും ഇങ്ങനെ ഒരു 10-25 സെൻറ്റൻസ് അങ്ങോട്ട് ഇഫ് യു ഹാഡ് വരുന്ന അങ്ങനെ വരുന്ന ഇഫ് ചേർത്ത് വരുന്ന സെൻറ്റൻസുകൾ പഠിക്കുമ്പോൾ ഫസ്റ്റ് പാർട്ട് എങ്ങനെയാണോ സെക്കൻഡ് പാർട്ട് എങ്ങനെയാണോ നമുക്ക് കാണാതെ പഠിക്കാമല്ലോ. നമുക്ക് കുറച്ച് പഠിച്ച് കഴിയുമ്പോൾ അതെങ്ങനെ ചേഞ്ച് ആവുന്നുള്ളൂ ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിച്ച് കഴിയും. ഒന്ന് ശ്രമിച്ച് നോക്കുക. ഒട്ടും അറിയാത്തവരാണ്, ഇംഗ്ലീഷ് ഗ്രാമർ അറിയാവുന്ന ആൾക്കാരല്ല, ഒട്ടും അറിയാത്തവർക്ക് അത് ടെക്നിക്ക് പരിശോധിക്കാവുന്നതാണ്. ലൈറ്റ് ക്യാൻ പാസ് എ ഡാഷ് ഗ്ലാസ്. ലൈറ്റ് ക്യാൻ പാസ് ഡാഷ് ഗ്ലാസ് ഓൺ ബിസൈഡ്സ് ത്രൂ എ ലോക്ക്. ലൈറ്റ് ക്യാൻ പാസ് ഗ്ലാസ്സിൽ കൂടിയാണോ അല്ലേ, നോക്കാം. ആൻസർ എന്താണ്, ഓപ്ഷൻ സി ത്രൂ ആണ്. ലൈറ്റ് ക്യാൻ പാസ് ത്രൂ കൂടി അല്ലേ, ലൈറ്റ് ക്യാൻ പാസ് ത്രൂ ഗ്ലാസ്. The class teacher asked the student dash he was late. What, why, that, which. ക്ലാസ് ടീച്ചർ ചോദിച്ചു, ദ സ്റ്റുഡൻറ്റോട് ചോദിച്ചു അല്ലേ, ഡാഷ് ഹി വാസ് ലേറ്റ്. എന്തായിരിക്കും അല്ലേ, വൈ ഹി വാസ് ലേറ്റ്. വൈ ഹി വാസ് ലേറ്റ് അതല്ലേ ചോദിക്കാൻ പറ്റും അല്ലേ, വൈ ഹി വാസ് ലേറ്റ്. എ ബുക്ക് ഈസ് ഡാഷ് ടു സ്മിത ബൈ ഹർ അങ്കിൾ. പ്രസൻറ്റ്, എ ബുക്ക് ഈസ് ഡാഷ് ടു സ്മിത ബൈ ഹർ അങ്കിൾ. അങ്കിളാണ് ചെയ്യുന്നത്. എ ബുക്ക് ഈസ് ഡാഷ് ടു സ്മിത. പ്രസൻ്റ് ആണോ, പ്രസൻറ്റിംഗ് ആണോ, പ്രസൻറ്റേഷൻ ആണോ, പ്രസൻറ്റഡ് ആണോ. ഏതാണിത്, പ്രസൻറ്റഡ് ടു സ്മിത. എ ബുക്ക് ഈസ് പ്രസൻറ്റഡ് ടു സ്മിത ബൈ ഹർ അങ്കിൾ. സ്മിത ഹാസ് ഗോട്ട് എ ഡാഷ് ഏക്ക്. എന്തേക്ക് വന്നു, ടൂത്ത് ഏക്ക്, ടീത്ത്, ടീത്ത്സ്, ടൂത്ത്സ്. നിങ്ങൾ സാധാരണ പറയാറുള്ളതാണ് അല്ലേ. ആൻസർ ടൂത്ത് ഏക്ക്. ഹെഡ് ഏക്ക് അല്ലേ, ഹെഡ് ഏക്ക് പറയാറുണ്ട്, ടൂത്ത് ഏക്ക്, ടൂത്ത് ഏക്ക്. നെക്സ്റ്റ്, ഡാഷ് ഡ്രൈവിംഗ് മേ കോസ് ആക്സിഡൻറ്റ്സ്. ഡ്രിങ്കിങ്, കെയർലെസ്, കെയർഫുൾ, കെയറിങ്. മേ കോസ് ആക്സിഡൻ്റ് ആണ്. എന്താ ആൻസർ വരും, കെയർലെസ് അല്ലേ. കെയർലെസ് ഡ്രൈവിംഗ് മേ കോസ് ആക്സിഡൻറ്റ്. കെയർലെസ് ഡ്രൈവിംഗ് മേ കോസ് ആക്സിഡൻറ്റ്. The synonym of the word shiver. Synonym of the word shiver ൻ്റെ synonym, same word.
ഏതാണിത്? ട്രെമ്പിൾ. ഫൈൻഡ് ഔട്ട് എ കോമ്പൗണ്ട് വേർഡ്. ലാപ്ടോപ്പ് ഉണ്ട്, ബുക്സ് ഉണ്ട്, വാർഡനുണ്ട്, ഗാർഡനിങ് ഉണ്ട് അല്ലേ. കോമ്പൗണ്ട് വേർഡ്, 2 വേർഡ്സ് ജോയിൻ. ഏതാണിത്? ലാപ്ടോപ്പാണ്. ലാപ്ടോപ്പ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ലാപ്ടോപ്പ്. ഓപ്ഷൻ എ ആണ് ലാപ്ടോപ്പ്. നെക്സ്റ്റ്, ദ അന്റോണിം ഓഫ് ദ വേർഡ് ക്രൗഡഡ്. ഓപ്പോസിറ്റ്. ഡെസേർട്ടഡ്, ബിസി, കാം, വാം. ക്രൗഡ്. എൻ്റെ ഓപ്പോസിറ്റ് അന്റോണിം എന്താണ്? Deserted. Lena dashed new ideas about New Year celebration. ആൻസർ എന്താണ്? ന്യൂ ഐഡിയാസ് കൊണ്ടുവരുന്നു. പുട്ട് ഫോർവേഡ് ന്യൂ ഐഡിയാസ് അബൌട്ട് ന്യൂ ഇയർ സെലിബ്രേഷൻ. കൊണ്ടുവരുന്നു, പുട്ട് ഫോർവേഡ് ചെയ്യുന്നു. റോമ സ്റ്റാൻഡ്സ് ഡാഷ് ദ ബെഡ് ഓഫ് ഹെർ മദർ. ബിസൈഡ്സ് ബെഡ് സൈഡ്സ്. ഏതാണ്? ബിസൈഡ്. റോമ സ്റ്റാൻഡ് ബിസൈഡ് ദ ബെഡ് ഓഫ് ഹെർ മദർ. ദ മീനിങ് ഓഫ് ദി ഇഡിയം ഡച്ച് കറേജ്. ഇങ്ങനെ കുറേ വാക്കുകളുണ്ട് ഡച്ച് കറേജിൻ്റെ, അതുപോലുള്ള കുറേ വാക്കുകൾ വരുന്നുണ്ടല്ലേ, അതൊക്കെ പഠിച്ചു വെക്കണം. ആൻസർ ഇതാണ് വരുന്നത്. ഫോൾസ് കറേജ് അക്വേർഡ് ബൈ ഡ്രിങ്കിങ് ലിക്വർ. ഫോൾസ് കറേജ് അക്വേർഡ് ബൈ ഡ്രിങ്കിങ് ലിക്വർ. ഡച്ച് കറേജ് എന്താണ്? ഫോൾസ് കറേജ് അക്വേർഡ് ബൈ ഡ്രിങ്കിങ് ലിക്വർ. നെക്സ്റ്റ്, എ പേഴ്സൺ ഹു ബിലീവ് ദാറ്റ് ദ വേഴ്സ്റ്റ് വിൽ ഹാപ്പൺ. എ പേഴ്സൺ ഹു ബിലീവ്സ് ദാറ്റ് ദ വേഴ്സ്റ്റ് വിൽ ഹാപ്പൻ. വേഴ്സ്റ്റ് മീൻസ് അല്ലേ, ബാഡ് വേഴ്സ്റ്റ്, അതല്ല മീനിങ്. വേഴ്സ്റ്റ് വിൽ ഹാപ്പൻ അതാരാണ്? മോശം സംഭവിക്കുന്നു എന്ന് പറയുന്ന ആരാണ്? ആൻസർ അതാണ് പെസിമിസ്റ്റ്. വേഴ്സ്റ്റ് ഹാപ്പൻ, പെസിമിസ്റ്റ് ആണത്. ദ മലയാളം ഇക്വലൈൻ ടു ദി പ്രൊവർബ് ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. അല്ലേ, എന്താ അതിൻ്റെ മീനിങ് ശരിക്കും? ഏതാണത്? വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. അല്ല, ആവശ്യമുണ്ടെങ്കിൽ അവിടെ വഴിയുണ്ടാകും എന്നുള്ള. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ഇഫ് ദർ ഈസ് എ വിൽ, നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അല്ലേ, അതിൻ്റെ വഴിയും ഉണ്ടായിരിക്കും, ഒരു മാർഗമുണ്ടായിരിക്കും. വേണമെങ്കിൽ ചക്ക എന്താണ്? വേരിലും കായ്ക്കാം. തടിയിൽ മാത്രമല്ല, അതിൻ്റെ റൂട്ടിലും കായ്ക്കും. ഓക്കെ. വിപരീത പദം പശ്ചിമം, പൂർവം. ഒറ്റപ്പദം ഗുരുവിൻ്റെ ഭാവം ഗൗരവം. ചേർത്തെഴുതുക. സു പ്ലസ് ആഗതം, സ്വാഗതം. സ്ത്രീലിംഗ ശബ്ദം മഹതി. വഴിയാധാരമാവുക എന്ന ശൈലിയുടെ അർത്ഥം വഴിയാധാരമാവുക അല്ലേ. PSC കിട്ടിയില്ലേ വഴിയാധാരമാവും നമുക്ക് പറയാം അല്ലേ. ഒരു രക്ഷയില്ല. ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു വരുമാനം വേണം. ഏകം ആശ്രയിക്കാൻ പറ്റിയത് PSC. മറ്റു ജോലിക്കൊന്നും അതിൻ്റെതായ യാതൊരു എന്താ പറയുക, പ്രൈവറ്റ് ജോലി മോശം എന്നൊന്നും അല്ല, പക്ഷേ അതിൻ്റെതായ ഒരു എന്താ പറയുക, നമുക്കുള്ള PSC കിട്ടുന്ന പോലുള്ളൊരു പ്രൗഡ് എപ്പോഴും അധികം കിട്ടണമെന്നില്ല. വഴിയാധാരമാകുന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ആധാരം വഴിയിൽ പോകുന്നതാണോ? വഴിയിൽ കിടക്കുന്ന ആധാരമാണോ? നോക്കാം. ആൻസർ എന്താണ്? ആശ്രയമില്ലാതാവുക അല്ലേ, ആശ്രയമില്ലാതാവുക. സമാനപദം കണ്ടെത്തുക. ജനകൻ്റെ സമാനപദം എന്താണ്? പിതാവ്. പ്രോസസ്സ് എന്ന പദത്തിൻ്റെ മലയാള പരിഭാഷ. പ്രോസസ്സിങ് എന്താണ് അല്ലേ? ഇതൊക്കെ നടക്കണമെന്നുണ്ട് എന്താ സംഭവം? പ്രോസസ്സിങ് എങ്ങനെയാണ്? ആൻസർ എന്താണിത്? നടപടികൾ അല്ലേ. അതിൻ്റെ പ്രോസസ്സിങ് എത്ര വരെയായി, നടപടി എവിടെ വരെയായി? ശരിയായ പ്രയോഗം തിരിച്ചെഴുതുക. അഞ്ജലി അല്ലേ, അതേത് വാക്കാണ് വരുന്നത്? നോക്കാം. ഇതാണ് അഞ്ജലി. ഞായുടെ പകുതി ചായയും കൂടെ. പിരിച്ചെഴുതുക. വിദ്യുച്ഛക്തിയാണ് എപ്പോഴും അല്ലേ, PSCക്കകത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ധാരാളം കിടക്കുന്ന സാധനമാണ്. വിദ്യുച്ഛക്തി അങ്ങ് പഠിച്ച് വെച്ചേക്കുക. ആൻസർ അത് വിദ്യുത് പ്ലസ് ശക്തി അല്ലേ, അതങ്ങ് പഠിച്ച് വെച്ചേക്കുക. മിക്ക ക്വസ്റ്റ്യൻസ് പേപ്പർ നമ്മൾ ചെയ്തിട്ടുള്ളതിൽ വെച്ച് പലപ്പോഴും കണ്ടുള്ള സാധനമാണ് വിദ്യുത് ശക്തി. അതിനെ കറക്റ്റ് ചെയ്യാനായിട്ടല്ലേ, ചേർത്തെഴുതുമ്പോൾ അതിൻ്റെ കറക്ഷനും നോക്കി വെക്കാം. അതങ്ങ് എഴുതി വെച്ചേക്കുക. പര്യായ ശബ്ദം തിരിച്ചെഴുതുക. പര്യായ പദം എന്താണെന്ന് നോക്കാം. ഗജം നമുക്കറിയാം അല്ലേ. പര്യായ പദം ഏതാണ് ശരിക്കും? ഗജമുഖനെ എന്നൊക്കെ പറയാറില്ലേ. ആൻസർ എന്താണ് വരുന്നത്? അറിയാം അല്ലേ, ആന. തൃശ്ശൂർ പൂരം, ആന. ഓക്കെ, ഓൾ ഓഫ് യു.
താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് മീ. സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ടാണ് ഇത് കണ്ടിട്ടുള്ളതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വീണ്ടും കാണാം. താങ്ക് യു. നല്ലോണം പഠിക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുക, നോട്ട്സ് വായിച്ച് പഠിക്കുക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോക്കസ് ഏരിയസ് കണ്ടെത്തി എഴുതി വെച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന പോയിൻറ്റുകൾ, ആൻസേഴ്സ് വരുന്ന പോയിൻറ്റുകൾ എഴുതി വെക്കുക. അങ്ങനെ ഒരു 10-15 എണ്ണം തന്നെ നമുക്ക് കിട്ടുമ്പോൾ അത് ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാൻ പറ്റും. പ്രസ്താവന രീതിക്ക് ബെറ്റർ മെത്തേഡ് അതാണ്. ഓക്കെ, താങ്ക് യു.